ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا വിശ്വാസികളെ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏൽപ്പിച്ച കൂടുതൽ പൂർണ്ണമായും സ്വീകരിക്കട്ടെ. ഇതുപോലെ നമ്മുടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് ഒരുമിച്ച് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മുൻപറിഞ്ഞു പോയവർക്ക് അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനങ്ങളുടെ രഹിതമായ പുണ്യമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. റബീഉൽ അവ്വലിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി, അതിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവനും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെല്ലാം പടച്ചുകൊണ്ടോ അതിൻ്റെ ആ ജീവജാലങ്ങളുടെ ആ വസ്തുക്കൾക്കെല്ലാം റഹ്മത്തായി കാരുണ്യമായി അല്ലാഹു നിയോഗിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തൊരുപാട് ശക്തികൾ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചുകൊണ്ട് കടന്നു. ഹബീബായ മുത്തനബി തങ്ങളെ വിമർശിച്ച് കടന്നു വന്ന പലരും പിൽക്കാലത്ത് ആ പ്രവാചകനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അവസാനം ആ ഹബീബിന്റെ ചാരത്തേക്ക് തന്നെ, ആ സ്നേഹസാഗരത്തിലേക്ക് തന്നെ അലിഞ്ഞു ചേരുകയാണ് ചരിത്രം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. റഈസുൽ മുഫസ്സിരീൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്, ശാംകാരനായ ഒരു ജൂതനായ മനുഷ്യൻ ശനിയാഴ്ച ദിവസത്തിൽ അവരുടെ പവിത്രമായ പരിശുദ്ധമായ അവർ കാണുന്ന ശനിയാഴ്ച ദിവസത്തിൽ തന്റെ വേദഗ്രന്ഥമായ തൗറാത്ത് പാരായണം ചെയ്യുകയാണ്. ആ മനുഷ്യൻ തൗറാത്ത് പാരായണം ചെയ്യുമ്പോൾ അതിൽ പല ഭാഗങ്ങളിലായി പിൽക്കാലത്തൊരു പ്രവാചകൻ കടന്നു വരാനുണ്ട്, ലോകത്തിന് മുഴുവനും
മദീനയിലെ മരുഭൂമണ്ണിൽ ഉദയം ചെയ്യുന്ന ആ പ്രവാചകനെ കുറിച്ച് തന്നെ തൗറാത്തിൽ മുഹമ്മദ് എന്ന പ്രവാചകനെ കുറിച്ച് തൗറാത്ത് എന്ന തന്റെ വേദഗ്രന്ഥത്തിൽ കണ്ടപ്പോൾ ആ മനുഷ്യന് മുഹമ്മദ് എന്ന പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടങ്ങാത്ത ദേഷ്യം മനസ്സിൽ വന്നുകൊണ്ട് തന്റെ വേദഗ്രന്ഥമാകുന്ന തൗറാത്തില് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കണ്ട ആ ഭാഗങ്ങൾ മുഴുവൻ വലിച്ചു കീറുകയാണ്. നബിയുടെ പേരുകൾ മുഴുവൻ വലിച്ചു കീറുകയാണ്. അടുത്ത ആഴ്ച മനുഷ്യനെ തൗറാത്ത് പാരായണം ചെയ്യുമ്പോ അതേ തൗറാത്തിൽ വീണ്ടും ഹബീബായ മുത്തുനബിയുടെ നാമം ആ തൗറാത്തിൽ വീണ്ടും കാണുകയാണ്. ആ മനുഷ്യന്റെ അരിശം വല്ലാതെ കൂടുകയാണ്. വല്ലാതെ ദേഷ്യം വന്നുകൊണ്ട് അതും വലിച്ചു കീറുകയാണ്. മൂന്നാമത്തെ ആഴ്ച വീണ്ടും പാരായണം ചെയ്യുമ്പോഴും അതേ മുഹമ്മദ് എന്ന പ്രവാചകൻ വരാറുണ്ട് കേട്ടോ. ആ പ്രവാചകൻ ലോകത്തിൽ മുഴുവനും അനുഗ്രഹമാണ്. വീണ്ടും മൂന്നാമത്തെ ആഴ്ചയും ഈ പരിശുദ്ധമായ വാക്യങ്ങൾ ഈ പ്രവാചകന്റെ തിരുനാമത്തിൽ കണ്ടപ്പോൾ ആ യഹൂദനായ മനുഷ്യൻ വീണ്ടും തൗറാത്ത് വലിച്ചു കീറുകയാണ്. ആ തൗറാത്തിൽ ഹബീബിന്റെ പേരുകൾ വലിച്ചു കീറുകയാണ്, ഒഴിവാക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ സമാധാനമായി ആലോചിക്കുകയാണ്. ഇങ്ങനെ ഈ തൗറാത്തിൽ ഞാൻ വലിച്ചു കീറാൻ തുടങ്ങിയാൽ ഈ ഗ്രന്ഥം മുഴുവനും എന്റെ വേദഗ്രന്ഥം മുഴുവനും ഞാൻ കീറേണ്ടി വരും, ഞാൻ ഒഴിവാക്കേണ്ടി വരും. എന്തോ ഈ പ്രവാചകന് എന്തോ ഒന്നുണ്ട്. ഞാൻ മനസ്സിലാക്കേണ്ട, ഞാൻ പഠിക്കേണ്ട, പഠന വിധേയമാക്കേണ്ട എന്തോ ഒന്ന് ഈ പ്രവാചകനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യഹൂദനായ ശാംകാരനായ ആ മനുഷ്യൻ തന്റെ നാടാകുന്ന ശാമിൽ നിന്ന് യാത്ര തിരിക്കാൻ ആ പ്രവാചകനെ തേടിക്കൊണ്ട് യാത്ര തിരിക്കാൻ തുടങ്ങുകയാണ്. അയാൾ തന്റെ യഹൂദരാകുന്ന പണ്ഡിത സുഹൃത്തുക്കളോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. യഹൂദ പണ്ഡിതന്മാർ ഒന്നരന്ന് പറഞ്ഞു, അല്ല നീ പോകരുത്, നീ പോകരുത്. അങ്ങനെ നീ പോയാൽ അവരുടെ വലയിലേക്ക് നീ കുടുങ്ങിപ്പോകും, നീ പോകരുത്. അവർക്കറിയാം ഇത് സത്യമതമാണ്, ഇത് സത്യമാണെന്ന് അവർക്കറിയാം. ആ മനുഷ്യനെ അവരുടെ വാക്കുകളൊന്നും അവർ ആ മനുഷ്യനെ, ആ ജൂതനായ മനുഷ്യനെ തടഞ്ഞു നിർത്തിയില്ല. അയാൾ തന്നെ യാത്ര തുടരുകയാണ്. ശാമിൽ നിന്ന് കാലങ്ങൾ സഞ്ചരിച്ചുകൊണ്ട്, ദിവസങ്ങൾ സഞ്ചരിച്ചുകൊണ്ട്, രാപ്പകലുകൾ സഞ്ചരിച്ചുകൊണ്ട്, മണിക്കൂറുകൾ സഞ്ചരിച്ചുകൊണ്ടതാ മദീനയെ ലക്ഷ്യമാക്കി മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ട് യാത്രയാവുകയാണ്. ആ മനുഷ്യൻ ദീർഘമായ യാത്രക്കൊടുവിൽ ഹബീബായ മുത്തുനബിയുടെ മദീനയിലേക്ക് എത്തുകയാണ്. മദീന പള്ളിയുടെ മുമ്പിലേക്ക് ആ മനുഷ്യൻ കടന്നു വരികയാണ്. ആ മനുഷ്യൻ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ, ആ ശാമകാരനായ മനുഷ്യൻ മദീനയിലേക്ക് കടന്നു വരുമ്പോൾ മദീന മുഴുവനും ശാന്തമാണ്, മദീന മുഴുവനും നിശ്ചലമാണ്. ആ മനുഷ്യൻ ഹബീബായ മുത്തുനബിയുടെ മദീന പള്ളിയുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് വിളിക്കുകയാണ്, അസ്സലാമു അലൈക യാ
മദീന പള്ളിയുടെ ഉള്ളിൽ നിന്നതാ സൽമാനുൽ ഫാരിസി തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സൽമാനുൽ ഫാരിസി തങ്ങളെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങളുടെ വല്ലാത്ത മുഖസൗന്ദര്യം കണ്ടപ്പോൾ ആ യഹൂദനായ ശാമകാരനായ മനുഷ്യനെ ചോദിക്കുകയാണ്, നിങ്ങളാണോ മുഹമ്മദ്? നിങ്ങളാണോ മുഹമ്മദ്? ഞാൻ അന്വേഷിച്ചു വന്ന മുഹമ്മദ് നിങ്ങളാണോ? ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങളെ മുഹമ്മദ് എന്നുള്ള പേര് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങളുടെ കൽബ് പൊട്ടാൻ തുടങ്ങി. അവിടുത്തെ മനസ്സ് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട്, സ്വഭാവത്തിനോട് വിട പറഞ്ഞു പോയിട്ട് മൂന്നാമത്തെ ദിവസമാണ്. ഹബീബായ മുത്തുനബി തങ്ങൾ വഫാത്തായിട്ട് മൂന്നാമത്തെ ദിവസമാണ്. സ്വഹാബത്ത് മുഴുവൻ അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ ദുനിയാവിനെ മുഴുവൻ അവർ ദുനിയാവിനെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് സ്വഹാബത്ത് മുഴുവൻ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താൻ ഹബീബായ മുത്തുനബി തങ്ങളുടെ വേർപാടിൽ പൊട്ടിപ്പോയ നെഞ്ച് ആ കൽവിനൊരു സമാധാനം കിട്ടാൻ മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ മനുഷ്യൻ കടന്നു വരുന്നത്. ആ മനുഷ്യനെ കൂട്ടി ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങൾ മദീന പള്ളിയുടെ ഉള്ളറയിലേക്ക് കടന്നു വരികയാണ്. മദീന പള്ളിയുടെ ഉള്ളറയിലേക്ക് കടന്നു വന്ന ഉടനെ ആ മനുഷ്യൻ വീണ്ടും സലാം പറയുകയാണ്, അസ്സലാമു അലൈക യാ മുഹമ്മദ്. അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹുവിന്റെ മുത്തുനബിയെ വിളിക്കുകയാണ്. ഒന്നാമത് ആദ്യം ഒന്ന് വിളിക്കുകയാണ്, വീണ്ടും രണ്ടാമതും വിളിക്കുകയാണ്. മറുപടി ലഭിക്കുന്നില്ല. ഈ മനുഷ്യൻ അറിയുന്നില്ല ഹബീബായ മുത്തുനബി തങ്ങൾ വഫാത്തായത്. രണ്ടാമതും വിളിച്ചപ്പോൾ സ്വഹാബത്ത് ഹബീബായ മുത്തുനബി തങ്ങളുടെ സ്വഹാബത്ത് മദീന പള്ളിയിലിരുന്നു വല്ലാതെ പൊട്ടിക്കരയുകയാണ്. ഇങ്ങനടിച്ചുകൊണ്ട് കരയുകയാണ്. മദീന പള്ളി മുഴുവൻ കരച്ചിലുകൊണ്ട് നിറയുകയാണ്. മൂന്നാമതുമായ യഹൂദനായ മനുഷ്യൻ, ശാമകാരനായ ആ മനുഷ്യൻ സലാം പറയുകയാണ്, അസ്സലാമു അലൈക യാ മുഹമ്മദ്. മൂന്നാമതും സലാം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മദീന പള്ളിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആ മനുഷ്യന്റെ ചാരത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ശാമകാരനായ ആ മനുഷ്യന്റെ ചാരത്തേക്ക് ബഹുമാനപ്പെട്ട അലി തങ്ങൾ കടന്നു ചെന്നിട്ട് പറയുകയാണ്, മനുഷ്യ, നിങ്ങളീ വിളിക്കുന്ന നിങ്ങളുടെ പ്രവാചകനില്ലേ, നിങ്ങളുടെ ഹബീബായ മുത്തുനബിയില്ലേ, നിങ്ങളോട് വിട പറഞ്ഞു പോയിട്ടിലേക്ക് 3 ദിവസം കഴിയുകയാ. ഞങ്ങളുടെ ഹബീബായ മുത്തുനബി ഞങ്ങളോട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഞങ്ങളുടെ മുത്തുനബി ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇന്ന് ബഹുമാനപ്പെട്ട അലി തങ്ങൾ ആ മനുഷ്യരോട് പറയുകയാണ്, ഹബീബായ മുത്തുനബിയോടുള്ള അടങ്ങാത്ത വെറുപ്പും പേറി ശാമിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്ന യഹൂദനായ മനുഷ്യൻ, ആ ശാമുകാരനായ മനുഷ്യന്റെ കൽബ് പൊട്ടുകയാ. യാ ഹസ്രത്താ, ആ മനുഷ്യൻ വല്ലാതെ അട്ടഹസിച്ചുകൊണ്ട് കരയുകയാണ്, പൊട്ടിത്തെറിച്ചുകൊണ്ട് കരയുകയാ. ആ മനുഷ്യന് പറയുകയാ, എത്രയോ കാലങ്ങൾ ഞാൻ, എത്രയോ മണിക്കൂറുകൾ, എത്രയോ ദിവസങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ഞാൻ കടന്നു വന്നു, എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്ത് ദുർഭാഗ്യവാനാ ഞാൻ, എന്ത് ഭാഗ്യം കെട്ടവനാ ഞാൻ. എനിക്കെന്റെ കണ്ണുകൾക്ക് ആ ഭാഗ്യമില്ലാതെ പോയല്ലോ. എന്റെ ഉമ്മ എന്നെ പ്രസരിക്കാതിരുന്നെങ്കിൽ, ഞാൻ ഈ ലോകത്ത് ജനിക്കാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ആ മനുഷ്യനെ വല്ലാതെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വല്ലാതെ
വല്ലാതെ പൊട്ടിക്കരയുകയാണ്. ബഹുമാനപ്പെട്ട അലി തങ്ങൾ ആ മനുഷ്യനെ ചേർത്ത് നിർത്തി സമാശ്വസിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അലി തങ്ങളോട് ചോദിക്കുകയാണ്, തങ്ങളെ, എനിക്ക് ആ പ്രവാചകനെയൊന്ന് കാണാനുള്ള ഭാഗ്യമില്ലാതെ പോയി. എനിക്ക് ആ പ്രവാചകനൊന്ന് കാണാനുള്ള ഭാഗ്യമില്ലാതെ പോയി. ആ പ്രവാചകൻ അവിടുന്ന് ധരിച്ചിരുന്നൊരു വസ്ത്രം, അവിടുത്തെ ഒരു കുപ്പായം എനിക്കൊന്ന് തരാമോ? എന്റെ അടങ്ങാത്ത കൊതി കൊണ്ടാണ്, എന്റെ അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് എനിക്കൊന്ന് ആ പ്രവാചകന്റെ കുപ്പായം ഒന്ന് തരാമോ തങ്ങളെ? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ സൽമാനുൽ ഫാരിസി തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, സൽമാനെ, നിങ്ങൾ പോയി ഫാത്തിമാന്റെ കയ്യിൽ നിന്ന് എന്റെ ഹബീബിന്റെ കുപ്പായം വാങ്ങി വരണേ. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങളെ ഹബീബായ മുത്തുനബി തങ്ങളുടെ പുന്നാര മകളാകുന്ന ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്ക് പോയി. ഫാത്തിമ ബീവിയോട് പറഞ്ഞു, അലി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ മുത്തുനബിയുടെ കുപ്പായം ഒന്ന് തരാൻ. ഫാത്തിമ ബീവി ഹബീബായ മുത്തുനബി തങ്ങളുടെ കുപ്പായം തന്റെ കയ്യിലേക്ക് എടുത്ത് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ, ലോകത്തിന്റെ നേതാവിന്റെ തനിക്ക് വല്ലാത്ത സ്നേഹം തന്നുപോയ, കൊതിരിയാത്ത സ്നേഹം കിട്ടി കൊതിരിയാത്ത തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ, പ്രിയപ്പെട്ട ലോകത്തിന്റെ നേതാവിന്റെ ആ കുപ്പായമെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, സൽമാനെ, ഇതെന്റെ മുത്തുനബിയുടെ കുപ്പായമാണ് സൽമാൻ. എനിക്കെന്റെ മുത്തുനബിയെ ഓർത്താൽ, എന്റെ മുത്തുനബിയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ വേദനിപ്പിക്കുമ്പോൾ, എന്റെ കൽവിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ എടുത്തെന്റെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന എന്റെ മുത്തുനബിയുടെ കുപ്പായമാണ് സൽമാൻ. നിങ്ങൾ എനിക്കിത് മടക്കി തരണേ സൽമാൻ. നിങ്ങൾ മദീന പള്ളിയിൽ കൊണ്ടുപോയിട്ട് എന്റെ അടുക്കലേക്ക് തന്നെ എന്റെ മുത്തുനബിയുടെ കുപ്പായം മടക്കി തരണേ സൽമാൻ. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങൾ തന്റെ കരങ്ങൾ കൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ ആ കുപ്പായം വാങ്ങി മദീന പള്ളിയിലേക്ക് പോയി. ഹബീബായ മുത്തുനബി തങ്ങളുടെ മദീന പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ മുത്തുനബിയുടെ ആ കുപ്പായം മദീന പള്ളിയിലുള്ള സ്വഹാബത്ത് മുഴുവൻ വാങ്ങി ചുംബനങ്ങൾ അർപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമുക്കിതൊരു ചരിത്രമായിരിക്കാം. എന്നാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി അവിടുത്തെ സ്നേഹം ആസ്വദിച്ച, അവിടുത്തെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മുഴുവീലെ ആ പ്രവാചകന്റെ സ്നേഹം കുറിച്ച ഒരു ഉപ്പാനെക്കാളും സ്വഭാവത്ത് പറഞ്ഞില്ലേ, അന്തറും അങ്ങന്റെ ഉപ്പയെക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ് മുത്തുനബിയെ. എന്റെ ഉമ്മാനെക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ് മുത്തുനബിയെ. എന്റെ ഉപ്പാന്റെ തലയെടുക്കാൻ നിന്റെ അടുത്ത് അങ്ങ് എന്താണോ കൽപ്പിക്കുന്നത് അത് മുഴുവനും ശിരസാവഹിക്കാൻ നിങ്ങളെ തയ്യാറാണ് നബിയെ എന്ന് പറഞ്ഞ നിമിതങ്ങൾ മുഴുവൻ ജീവിതം മുഴുവൻ മുത്തുനബിയായ ആ സ്വഭാവത്തിന്റെ കൽവുകൾ പൊട്ടുകയാ. മദീന പള്ളി മുഴുവനും ഏങ്ങടിക്കുകയാണ്. ഹബീബായ മുത്തുനബിയുടെ സ്വഹാബത്ത് മുഴുവനും ആ പരിശുദ്ധമായ കുപ്പായം മുത്തുമണത്തിയതിനു ശേഷം ആ ശാമകാരനായ മനുഷ്യന്റെ കയ്യിലേക്ക് ആ കുപ്പായം കിട്ടുമ്പോൾ ആ മനുഷ്യൻ ഹബീബായ മുത്തുനബി തങ്ങളുടെ കുപ്പായം ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് തന്റെ മുഖത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബായ മുത്തുനബി തങ്ങളോട് പറയുകയാണ്, അവിടെ നിന്ന് പറയുകയാണ്, നബിയേ, അങ്ങേ ഞാൻ ഒരുപാട് ആക്ഷേപിച്ചവനാ, അവിടുത്തെ ഞാൻ ഒരുപാട് അതിക്രമം പറഞ്ഞവനാ, ഒരുപാട് തെറിവാക്കുകൾ പറഞ്ഞവനാ ഞാൻ. പക്ഷേ ഇന്ന്
അവിടുന്നാണ്. എന്റെ കൽബിൽ മുഴുവനും അങ്ങയോടുള്ള മഹബ്ബത്താ, അവിടുത്തെയോടുള്ള ഇഷ്ടമാണ് നബിയേ. ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബായ മുത്തുനബി തങ്ങളുടെ റൗളന്റെ ചാരത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പരിശുദ്ധമായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പരിശുദ്ധമായ സൽമാനിലേക്ക് പരിശുദ്ധമായ ശരീഅത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഉടനടി തന്നെ ആ മനുഷ്യൻ ആ ആശിഖുർ റസൂലായ ആ പ്രവാചക പ്രേമി അവിടെ നിന്നുകൊണ്ട് റൗള ശരീഫിന്റെ ഓരത്തിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ എന്റെ ഈ ശഹാദത്തിനെ നീ സ്വീകരിച്ചെങ്കിൽ അല്ലാഹുവേ എന്റെ റൂഹ് നീ ഇപ്പൊ തന്നെ എന്റെ റൂഹ് എടുക്കണേ അല്ലാഹ്, എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. എനിക്ക് മദീനയിൽ അടങ്ങണം, എനിക്ക് പരിശുദ്ധമായ ജന്നത്തുൽ ബഖീയിലേക്ക് അലിഞ്ഞു ചേരണം അല്ലാഹ്. എന്നെ ഈ ഹബീബിന്റെ ഈ ചാരത്ത് വെച്ച് എന്റെ റൂഹ് എടുക്കണേ അല്ലാഹ്. ഈ പ്രാർത്ഥന തീരേണ്ട സമയം ഹബീബായ മുത്തുനബി തങ്ങളുടെ ചാരത്ത് നിന്ന് സ്വഹാബത്തിന്റെ ചാരത്ത് നിന്നുള്ള ഈ പ്രാർത്ഥന തീരേണ്ട താമസം ആ മനുഷ്യന്റെ റൂഹ് പടച്ചറപ്പതാ എടുക്കുകയാണ്. ആ മനുഷ്യൻ ആ മദീന പള്ളിയുടെ ആ ഹബീബായ മുത്തുനബി തങ്ങളുടെ റൗള ശരീഫിന്റെ ചാരത്തേക്ക് മരിച്ചു വീഴുകയാണ്. ഹബീബായ മുത്തുനബി തങ്ങളുടെ ചാരത്ത് തന്നെ ആ മനുഷ്യന്റെ തുടക്കം നബിതങ്ങളെ വല്ലാതെ വെറുത്ത് തുടങ്ങിയ ആ മനുഷ്യൻ ഹബീബായ മുത്തുനബി തങ്ങളുടെ മദീനയിലെത്തിയപ്പോൾ മറ്റാരെക്കാളും നബിതങ്ങളോടുള്ള മഹബ്ബത്ത് ആ മനുഷ്യന്റെ കൽബിൽ നിറഞ്ഞു, നബിയോടുള്ള ഇഷ്ടം നിറഞ്ഞു. അവസാനം ദുആ ചെയ്ത് ഞാൻ ഈ മണ്ണിൽ തന്നെ എത്രത്തോളം ഈ മണ്ണിൽ തന്നെ എനിക്ക് അലിഞ്ഞു ചേരണം എൻ്റെ മുത്തുനബിയുള്ള ഈ മണ്ണിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ലോകത്തിൻ്റെ നേതാവിൻ്റെ 1500ാമത് ജന്മദിനമാണ്. ഞാനും നിങ്ങൾ ജനിച്ച കാലം മുതൽ റബീഉൽ അവ്വൽ ആഘോഷിക്കുകയാണ്, മൗലിദ് ഓതുകയാണ്, പ്രവാചകനെ കുറിച്ച് കേൾക്കുകയാണ്. നമ്മുടെ കഴിവുകളിലേക്ക് ഈ പ്രവാചകനോടുള്ള സ്നേഹം, ആ പ്രവാചകനോടുള്ള മഹബത്ത് എത്ര നമ്മുടെ കഴിവുകളിൽ വന്നു. ലോകത്തെന്തെല്ലാം നേടിയെടുത്താലും എന്തെല്ലാം ലോകത്ത് നേടിയെടുത്താലും വലിയ മണിമാളികകൾ നേടിയെടുത്താലും വലിയ സൗകര്യങ്ങൾ ദുനിയാവിൽ എന്തെല്ലാം നേടിയെടുത്താലും നാളെ പടച്ചറപ്പിന്റെ ഭാരത്തേക്ക് ലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ കൈവിടിയുന്ന ഒരു സമയം, നമ്മുടെ മക്കൾ നമ്മുടെ മടിക്കുത്തിൽ പിടിച്ച് നമുക്കെതിരാകുന്ന സമയം, നമ്മുടെ ശരീരത്തിൽ നാം ചുമക്കുന്ന നമ്മുടെ സ്വന്തം അവയവങ്ങൾ നമുക്കെതിരെ നിൽക്കുന്ന സമയം, ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത സമയം, പ്രവാചകന്മാർ പോലും പ്രവാചകന്മാരുടെ അടുക്കലേക്ക് ഒരു സമാധാനത്തിന് വേണ്ടി ഞങ്ങളെ സഹായിക്കുമോ എന്ന് സഹായം ചോദിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ ചാരത്തേക്ക് വലിയ ആവേശത്തിൽ പ്രതീക്ഷയിലോടി ചെല്ലുമ്പോൾ പ്രവാചകന്മാർ മുഴുവനും പറയുന്നത് നഫ്സി നഫ്സി നഫ്സിയാ, എന്റെ സ്വന്തം ശരീരം പടച്ചറപ്പ് എന്നെ എന്ത് ചെയ്യുമെന്ന് ഞാൻ വലിയ പേടിയില്ല, പിന്നെങ്ങനാ മക്കളെ ഞാൻ നിങ്ങളെ സഹായിക്കുക. അപ്പോഴും ലോകത്തിന്റെ നേതാവ് നഫ്സി 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 നഫ്സിയാ യൗമ യദൂ ഖൈറ ഖൽഖില്ലാഹി യാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. ആ സമയത്ത് പോലും ഒരാൾക്കും ശഫാഅത്തിന് അവസരം കൊടുക്കാത്ത ആ സമയത്ത് പോലും ലോകത്തിന്റെ നേതാവ് പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് എൻ്റെ ഉമ്മത്തി
സംവിധാനങ്ങളെ സംവിധാനിച്ചുകൊണ്ട് വലിയ സ്ഥാനമാനങ്ങളെ സംവിധാനിച്ചുകൊണ്ട് മുത്തുനബിക്ക് സംവിധാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സിംഹാസനത്തിൽ ഇരിക്കാതെ എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുന്ന ലോകത്തിന്റെ നേതാവ് എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനെ പ്രണയിക്കുന്നതിലാണ് വിജയം. ആ പ്രവാചകനോടുള്ള പ്രണയത്തിലാണ് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയം. അതല്ലാതെ വിജയമില്ല. ആ പ്രവാചകനെ സ്നേഹിക്കാൻ, ആ പ്രവാചകനോടുള്ള സ്നേഹം കൽബിൽ നിറയ്ക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിയെ സ്നേഹിക്കുന്ന ആശിഖീങ്ങളിൽ, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ സാധുക്കളായ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ പ്രവാചകന്റെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ എല്ലാ ജമാഅത്തുകളിലും സാധാരണ നമ്മളൊരു ഭക്ഷണം തയ്യാറാക്കി കൊടുക്കൽ പതിവാണ്. അതിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ഭക്ഷണം കിട്ടുമ്പോൾ എല്ലാ മതസ്ഥരും പ്രവാചകന്റെ ജന്മത്തിൽ സന്തോഷിക്കും. എല്ലാവരും പ്രതീക്ഷിക്കും. നബിദിനമാണല്ലോ, നബിയുടെ ജന്മദിനമാണല്ലോ, ഒരു ഭക്ഷണം നമുക്ക് കിട്ടുന്ന ദിവസമാണല്ലോ, എല്ലാവരും പ്രതീക്ഷിക്കും. അപ്പോൾ നമ്മൾ വർഷങ്ങളായി ഈ നാട്ടിലും വർഷങ്ങളായി നമ്മുടെ പൂർവ്വസൂരികളായ മുൻഗാമികൾ അവർ പട്ടിണി കിടന്നപ്പോൾ, നമ്മൾ ചിന്തിച്ചാൽ മതി, പട്ടിണി കിടന്നപ്പോൾ അവർ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുപോയെങ്കിൽ ഇന്ന് നമുക്ക് എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പിന്മാറിയാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്ത ആളുകൾ തന്നെ ഈ വർഷം ചെയ്യും, കഴിഞ്ഞ വർഷം ചെയ്തത് തന്നെ ഈ വർഷം ചെയ്യട്ടെ എന്തൊരു നിയത്തിൽ നിന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവിധങ്ങൾ ബദറിൽ ദുആ ചെയ്ത പോലെ ബദരീകൾ അവിടെ പരാജയപ്പെട്ടു പോയ ഇസ്ലാം അവിടെ കഴിയുമെന്ന് പറഞ്ഞതുപോലെ ഈ സാധുക്കൾ, ഈ എല്ലാ വർഷവും കൊടുക്കുന്ന സാധുക്കളും വഫാത്തായ മരിച്ചുപോയ പിന്നെ നടക്കൂലല്ലോ. വലിയ സാമ്പത്തികത്തിൻ്റെ ആവശ്യമില്ല. തുച്ഛമായ പൈസ നമ്മൾ ഹോസ്പിറ്റലിൽ ചെലവാക്കുന്നതിൻ്റെ, നമ്മൾ നിസ്സാരമായി ദൂർത്തടിച്ച് കളയുന്നതിൻ്റെ ഒരു ഭാഗം നമ്മുടെ പാരത്രിക ലോക വിജയമാകുന്നതിന് വേണ്ടിയിട്ട്, ആ മുത്തനബിയുടെ ചാരം എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ നീയത്താക്കി തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാ ഒരു ചാക്കരി ഇത് ചോദിക്കൽ ഇമാമ എന്നുള്ള എൻ്റെ കടമയാണ്. നിങ്ങൾ ഒരാൾ ഒരു ചാക്കാരി പറഞ്ഞെങ്കിലും ഒന്നും പറഞ്ഞെങ്കിലും ചോദിക്കൽ എൻ്റെ ബാധ്യതയാണ്. ഞാൻ ചോദിക്കും. പക്ഷെ എൻ്റെ മുമ്പിലിരിക്കണം നിങ്ങൾക്കൊരു കടമയുണ്ട്. ഇത് ചോദിക്കൽ എൻ്റെ കടമ പോലെയാണ്. ആരാണ് ഒരു ചാക്കാരി കൊടുക്കുന്നത്? അല്ലാഹു ആരാണോ ഹബീബായ മുത്തുനബിയുടെ ജന്മദിനത്തിന് വേണ്ടി യോജിച്ചാൽ അവരെ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ അല്ലാഹ്. അവരെ ഈ ലോകത്തും പരാജയപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കണേ അല്ലാഹ്. കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ റഹ്മാനേ, പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹു മുത്തുനബിയുടെ സ്നേഹമുള്ള അല്ലാഹു മുത്തുമ്മത്തിയായി പരിഗണിക്കണേ അല്ലാഹ്. അവരുടെ എല്ലാ മനസ്സിൻ്റെ വേദനകളും വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. സമാധാനം സന്തോഷമാക്കണേ അല്ലാഹ്. ഞാനവിടെ 1000 രൂപ വെച്ചാണ് പറയാൻ പറ്റില്ല. 1000 രൂപ വെച്ചു 1000 രൂപ ശാസ്ത്രത്തിനുള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ മുത്തുനബിയോടുള്ള സ്നേഹം പറഞ്ഞ മജ്‌ലിസാണ് അല്ലാഹുവേ. പരിശുദ്ധമായ ജുമഅക്ക് വേണ്ടി ഒരുമിച്ച് ഓടിയ മജ്‌ലിസാണ് അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരന്റെ ഈ സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ആ മനസ്സിന്റെ ഹലാലായ
പിതാവിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു അന്യനായ പിതാവാണ് അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് അല്ലാഹ്. അല്ലാഹുവിന്റെ മുത്തുനബിയോടുള്ള പ്രണയത്തിന്റെ പേരിലാണ് അല്ലാഹ്. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും മരിക്കുന്ന സമയത്ത് നിന്റെ മുത്തുനബിയുടെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നാളെ നിന്റെ മുത്തുനബിയുടെ ചാരത്ത് നിൽക്കാൻ, മുത്തുനബിയുടെ ശഫാഅത്തിലൂടെ നിന്റെ മുത്തുനബിയുടെ കയ്യിൽ നിന്ന് പരിശുദ്ധമായ മതിവരോളങ്ങളാക്കി പാലം ചെയ്യാൻ, അവിടത്തെ ചാരത്ത് ചേർന്ന് നിൽക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ പിതാവിന്റെ എല്ലാ ശാരീരിക മാനസികമായ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ സഹോദരങ്ങളെ ഉപ്പമാരെ നീ കബൂലാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്, ഐശ്വര്യം നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആരെങ്കിലും അസുഖം കൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മാരകമായ ഭീകരമായ താങ്ങാൻ കഴിയാത്ത ഒരു അസുഖം നൽകി നീ പരീക്ഷിക്കരുതേ അല്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. നിന്റെ സഹായം നൽകണേ അല്ലാഹ്. ഒരു പ്രതിസന്ധിയും അകപ്പെടാതെ നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സഹായിക്കണേ അല്ലാഹ്. ഈ പറയുന്ന അഭിവന്ദ്യരായ പിതാക്കന്മാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് പ്രായം ചെന്ന പിതാക്കന്മാരാണ് റഹ്മാനായ അല്ലാഹ്. അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ ജീവിതങ്ങളിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് വാങ്ങുമ്പോൾ 5 വഖ്തിൽ കൃത്യമായി കടന്നവർ നമസ്കരിക്കുന്നവരാണ് അല്ലാഹുവേ. അവരുടെ മുഴുവൻ ഇബാദത്തുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ മുത്തുനബിയോടുള്ള ഈ പ്രണയം നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ മുത്തുനബിയെ സ്നേഹിക്കുന്നതുപോലെ അവരെ നീയും സ്നേഹിക്കണേ അല്ലാഹ്. ആ കൽബുകളെ നീ വേദനിപ്പിക്കണേ അല്ലാഹ്, പ്രയാസം നൽകരുതേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിത്യവേദനത്തിന് വേണ്ടി തൊഴിലെടുക്കുന്ന സാധുക്കളാണ് അല്ലാഹ്. അല്ലാഹുവേ അവരുടെ വേദനത്തിന്റെ വലിയ ഭാഗങ്ങളെ മാറ്റിവെക്കുകയാണ്. നിന്റെ മുത്തുനബിയോടുള്ള പ്രണയത്തിന് വേണ്ടി, നിന്റെ മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അല്ലാഹ് ഈ സ്വതന്ത്രകളെ നീ പാഴാക്കല്ലേ അല്ലാഹ്. അല്ലാഹു നീ 10 മടങ്ങ് വലുതാക്കി നാളെ നിന്റെ മുത്തുനബിയുടെ മുമ്പിൽ നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. നിന്റെ മുത്തുനബിയുടെ മുമ്പിൽ നീ കാണിക്കണേ അല്ലാഹ്. അല്ലാഹു മുത്തുനബിക്ക് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മത്തികളെ ചെയ്യും നീ സ്വതന്ത്രകളെ കണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ് ഈ സഹോദരനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ അല്ലാഹ്. നിന്റെ സഹായം നൽകണേ അല്ലാഹ്. അവരുടെ മനസ്സുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ തൊഴിലിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ സഹോദരി വലിയ ഭീകരമായ മാരകമായ അസുഖത്തിന്റെ പിടിയിലാണ്. ആ വിഷയത്തിൽ അദ്ദേഹം വലിയ പ്രയാസത്തിലാണ് അല്ലാഹ്. ആ സഹോദരിയുടെ അസുഖത്തെ ശിഫയാക്കി നീ അവരെ സമാധാനിപ്പിക്കണേ അല്ലാഹ്. ഈ സ്വതന്ത്രയുടെ ബറക്കത്ത് കൊണ്ട് നീ അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്.
അള്ളാഹുടെ പേരിൽ ഒത്തിരിയുടെ പേരിൽ കൊടുക്കാൻ അള്ളാഹു എല്ലാ മനസ്സ് നൽകി നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഞാൻ കേട്ടോ മാക്കൊരു ദ്വാര ചെയ്യാൻ രൂപ അള്ളാഹു ഈ സ്വർഗങ്ങളെല്ലാം സ്വീകരിക്കാൻ അള്ളാഹു ഒറ്റ ലക്ഷ്യങ്ങളുടെ അള്ളാഹു എൻ്റെ ഒത്തിരി അള്ളാഹു ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതോടെ ആരെയും പരാജയപ്പെടുത്തലും اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد أرحم الراحمين يا الله يا سيدنا يا رحمن يا مالك الملوك يا الله ഞങ്ങളെ പറഞ്ഞ മുഴുവൻ സ്വതകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. വാഗ്ദാനം ചെയ്ത രണ്ട് സഹോദരന്മാർ അതുപോലെ 1000 രൂപ വെച്ചുകൊണ്ട് ഒരുപാട് ഉപ്പമാരെ സഹോദരന്മാർ അള്ളാഹുവെ ആരെല്ലാം പറഞ്ഞു അവരെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവിൻ്റെ മുത്തനബിയോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് അള്ളാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ. അള്ളാഹുവിനെ അർഹമായ പരിപൂർണമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. നിന്റെ മുത്തനബി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നിന്റെ മുത്തനബി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിലൂടെ നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണേ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. തട്ടിക്കളയരുതേ അല്ലാഹ്. അള്ളാഹുവേ തട്ടിക്കളയരുതേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. الحمد لله المفيد بالبقاء. أحمده على نعمه الغراء. وأشهد أن لا إله إلا الله وحده لا شريك
الداعي إلى النجاة صلى الله وسلم على سيدنا محمد وعلى آله وصحبه النجباء صلاة وسلاما دائمين إلى يوم اللقاء أيها الناس أوصيكم عباد الله وإياي بتقوى الله المنزه عن النظرات ألا أيها الأخيار قد شاع في هذا الزمان فساد المبتدعين الأشقياء يعمهون في الجاهلية الجهلاء وقد ظهرت ضلالتهم في البلاد والصحراء ويخيلون أمور في عيون سفهاء ويدعون الناس إلى ذا وهم الكبهاء ألا أيها الأمراء والعلماء اجتهدوا في تفضيل هؤلاء الأمطار وفي إحياء هؤلاء الأعياء لأن البدعة تجلب الآفة والضراء وانقذوا دعواهم بالأدلة البيضاء لأنهم يبدلون أحكام الله بموافقة الله ويعولون الأخبار إلى عقيداتهم الزلاء فإن صمتم عن وساوس هؤلاء جهلاء لا يبقى أثر الحق تحت السماء فيتيقظوا من هذه الغفلة والشهياء وتعوذوا من فتن هؤلاء الخيلاء واتقوا الله حق تقواه تنجو في يوم الجزاء جعل الله وإياكم من الفائزين وأدخلنا وإياكم في عباده الصالحين إن أحسن قصص المؤمنين وأبلغ مواعظ للمتقين كلام رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا بارك الله لنا ولكم بالقرآن الكريم ونفعنا وإياكم بالآيات والذكر الحكيم
وأشهد أن لا إله إلا الله وحده لا شريك له رب البرية وأشهد أن سيدنا محمدا عبده ورسوله نبي الأمي صلى الله وسلم على سيدنا محمد وعلى آله وأصحابه ما دامت العشي أيها الناس اتقوا الله الملك الكريم وبادروا إلى عبادة ربكم الغني واتبعوا سنة نبيكم الحفيظ واعتبروا أمر الله بالصلاة والسلام على النبي اللهم صل وسلم على رسولك سيدنا محمد الذي سبح في يده الحصى ونبع من بين أصابعه الماء اللهم ارض عن أشرف خلفاء الراشدين وأفضل أمراء المرشدين وهو الإمام الشفيع أمير المؤمنين أبو بكر الصديق اللهم ارض عن الإمام المعظم في الأسرار أمير المؤمنين عمر بن الخطاب اللهم ارض عن سيد الأخطار أمير المؤمنين عثمان بن عفان اللهم ارض عن مظهر العجائب أمير المؤمنين علي بن أبي طالب اللهم ارض عن عمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين رضي الله عنهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين اللهم اقض الدين عن المدينين اللهم وسع على عبادك المكرمين اللهم تب على العصاة والمذنبين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون وذكروا الله أكبر والله يعلم ما تصنعون اللهم صل على سيدنا محمد وعلى آل سيدنا محمد الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر لا إله إلا الله
بسم الله الرحمن الرحيم فذكر إن نفعت الذكرى إنه الأشقى الذي يصلى النار الكبرى ثم لا وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا إن هذا لفي الصحف الأولى صحف إبراهيم وموسى سمع الله لمن حمده الله الله أكبر الصراط المستقيم صراط الذين أنعمت عليهم غير وإلى الأرض كيف سطحت فذكر إنما فيعذبه الله العذاب الأكبر إن علينا حسابهم الله أكبر سمع الله لمن حمده الله أكبر السلام عليكم ورحمة الله
അറിയിച്ചിട്ടുണ്ട്.
صل عليه وسلم. അതേപോലെ നെല്ലിൻ്റെ പരിപാടിയിൽ ഞായറാഴ്ച കുറി അസംബ്ലി ലക്ഷം കുറി കൂടി ആരംഭിക്കുകയാണ്. അതിനുശേഷം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തലേ ദിവസം കൊല്ലത്തുള്ള മാധ്യ സ്വർഗ അഞ്ചിൽ കേരളത്തിൻ്റെ അന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഘോഷയാത്ര അവിടെ നിന്ന് ഉള്ളതെന്ന് വരെ പങ്കെടുക്കണമെന്ന് ഒന്നാമത്തെ